തോരാമഴയത്ത് അഭയം നൽകിയവരുടെ ജീവൻ നഷ്ടമായ വേദനയിലാണ് ചൂരൽമലയിലെ റഹീമ യാക്കൂബ്. മഴ ശക്തമായതോടെ അയൽവാസിയായ അൽഫിനാസിന്റെ നിർബന്ധത്തെ തുടർന്നാണ് റഹീമയും മക്കളും മാറി താമസിച്ചത്. എന്നാൽ ഉരുൾപൊട്ടലിൽ ഇവരുടെ കുടുംബമടക്കം നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് കവർന്നത്. ഷഹദ് റഹ്മാൻ അവിടെ പോയി അവരെ കണ്ടു. സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സമീപത്തുള്ള ആളുകളെ നഷ്ടപ്പെട്ട ഒരു ഇത്തയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇതിന്റെ പേരെന്താ? എൻ്റെ പേര് റഹീമ. എൻ്റെ അമ്മായി മക്കളൊക്കെ പോയി. അമ്മായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ പെങ്ങളും ആ മക്കളും പോയി. പിന്നെ അയൽവാസികളൊക്കെ പോയി. അവരാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. ഞങ്ങൾ സേഫാവും, ഞങ്ങൾ ഓടി രക്ഷപ്പെടും, നീ മക്കളും മാത്രമല്ല ഉള്ളൂ, നീ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേ. അവർ രാത്രി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നീ സുഖമായി കടക്ക്, ഞങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു വിട്ട്. 2 മണിയായി വിളിച്ചു നോക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. അതായത് നിങ്ങളെ പറഞ്ഞു വിട്ടവരൊക്കെ പോയി. ആ മോന് 2 മണി അലിഫ്നാസ് പറഞ്ഞ ആ മോന് തലേ ദിവസം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇരുത്തി 2 മണിക്ക്. അവരമ്മ പറയുന്നുണ്ട് മോനെ പോയി കടന്നോ? ഇല്ല, ഞാൻ റഹീം താത്താൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നോളാം, ഇവരുടെ അടുത്ത് ഇരിക്കാം. അവനക്ക് ഉറക്കം വരുന്നില്ല, അത്ര പോന്നൊരു മോനാണ്. എന്തിനോട് നിങ്ങൾക്ക് വേണ്ടി കാവലിരുന്ന ആള് പോയി. പിറ്റേ ദിവസം അവന് പോയി. അന്ന് അവന് പറഞ്ഞ് അവരമ്മ പറയുന്നുണ്ട് 2 മണി ആയിട്ടുള്ളൂ, നീ കടന്നോ എന്ന് പറയും. അവന് സ്റ്റൂളിട്ട് പാടിയില്ല, അവന് സ്റ്റൂളിട്ട് അവിടെ ഇരുന്നിട്ട്. വീടപ്പോ ശരിക്കും ഏത് ഭാഗത്താ? എൻ്റെ ശീതമക്കുണ്ടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്. ജീവിതത്തിലെല്ലാം നഷ്ടമായിട്ടുള്ള കുറേ അധികം മനുഷ്യരാണ്. ഇപ്പം ഇത്തയെ സംബന്ധിച്ചിടത്തോളം ഇത്തയെ രക്ഷപ്പെടുത്തിയ കുറേ അധികം ആളുകൾ ഇന്നിപ്പം ജീവനോടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദനകൾ. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ഒരുപാട് പേരെ നമുക്ക് ഇത്തരത്തിൽ ക്യാമ്പിൽ നിന്ന് കാണാൻ സാധിക്കും. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. അതെ, ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത. തൃശ്ശൂർ അകമല മേഖലയിൽ നിന്നും 2 മണിക്കൂറിനുള്ളിൽ ആളുകളോട് വീടൊഴിയാൻ നിർദ്ദേശം നൽകിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ് എന്ന് ജില്ലാ കളക്ടർ പറയുകയാണ്. തൃശ്ശൂർ അകമലയിൽ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ വീട് ഒഴിയാൻ നിർദ്ദേശം നൽകിയെന്ന എന്തോ വാർത്ത ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അത് വസ്തുതാവിരുദ്ധമായ വാർത്തയാണ്. അത്തരം വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്തു സുഖമാണ്, എന്ത് മനോസുഖമാണോ നൽകുന്നതെന്ന കാര്യം അറിയില്ല. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചാൽ കർശന നടപടിയെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വായിക്കേണ്ടത്, പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തിയതിൽ പ്രതിപക്ഷ നേതാവ് പരാതിയുമായി മുന്നോട്ടേക്ക് പോവുകയാണ്. എന്താണ് അത്തരത്തിലുള്ള വ്യാജ പ്രചരണം ഈ സമയത്ത് ഒരു ദുരന്തകാലത്ത് ചെയ്യുന്നവർ കിട്ടുന്ന സുഖം എന്താണെന്ന് എന്തായാലും മനസ്സിലാവുന്നില്ല. അത് പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ബെയിലി പാലം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ പരമാവധി 1 മണിക്കൂർ കൊണ്ടൊക്കെ ഈ ബെയിലി പാലത്ത് നിർമ്മാണം പൂർത്തിയായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ മണിക്കൂറുകളൊക്കെ ലൈവായി തന്നെ നിൽക്കുന്നുണ്ട് ഇതിനടുത്തൊക്കെ. അപ്പോൾ ഇന്നലെ മുതൽ ഈ പാലത്തിൻ്റെ ഓരോരോ ഘട്ട നിർമ്മിതി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇരുമ്പ് പാളികൾ ആ കോളത്തിനുള്ളിൽ നിറയ്ക്കാൻ ഇവിടെ മുതൽ തള്ളി അത് അത്രയും ആളുകൾ തള്ളിക്കൊണ്ടുപോകുന്ന അത്രയും അത്യധ്വാനം ആവശ്യമുള്ള ഒരു സംഗതിയാണ് നമ്മൾ കണ്ടു. തള്ളുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാകുന്നു ആ പാലം നിർമ്മാണം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഇന്നലെ രാത്രിയോടെ പൂർത്തിയാകുമെന്നാണ് കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഇന്ന് രാവിലെയോടെ പൂർത്തിയാകുമെന്ന് കരുതിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധന സാമഗ്രികൾ റെഡിമെയ്ഡായി കൊണ്ടുവരുന്ന സാധന സാമഗ്രികളാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ സാധന സാമഗ്രികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്താൻ ഈ കാലാവസ്ഥ അടക്കം ഒരു പ്രശ്നമാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാലാവസ്ഥ ഒക്കെ പ്രതികൂലമാകുന്ന സാഹചര്യം. ഇന്നലെ കണ്ണൂരിൽ ഇറങ്ങിയ ഇതിൻ്റെ സാധന സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴേ കുറച്ച് വൈകി. അതുകൊണ്ടൊക്കെയാണ് ഈ വൈകൽ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ഈ പാലം അത്യാവശ്യം ഒരു പെർമനൻ്റ് പാലം പോലെ ഒരു ബലത്തിലുള്ള ഒരു പാലം, ഒരു ബലമുള്ള ഒരു പാലമാണ്. അപ്പോൾ അതിൻ്റെ ബലപരിശോധന അടക്കം ഉണ്ടാക്കേണ്ടതുണ്ട്. കാര്യം ഇതുവഴി 24 ടൺ വരെ ഭാരമുള്ള വണ്ടികളെ കടന്നു പോകാൻ കഴിയുന്ന വാഹനമാണ്. അപ്പോൾ ബലപരിശോധനയൊക്കെ അനിവാര്യമാണ്. ഇത് നമ്മുടെ അടൂർ കൊട്ടാരക്കര ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. അവിടെ കുറച്ച് നാൾ മുമ്പ് ഏനാത്ത് പാലമില്ലാതെ അപ്പോൾ കൊട്ടാരക്കരയും അടൂരിൽ നിന്നും ബന്ധിപ്പിക്കുന്ന ഇത്തരം ഒരു ബെയിലി പാലം ദീർഘകാലം അത് വളരെ ശക്തമായി തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതുവഴി പോയിട്ടുള്ളവർക്കറിയാം, അത് ദീർഘകാലമായി ആ ബെയിലി പാലം അവിടെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഈ ബെയിലി പാലവും നിർമ്മിക്കുന്നത്. ഈ ബെയിലി പാലത്തിൽ കൂടെ നാളെ ഈ ഭാരവാഹനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് കടന്നുപോയി, JCBകൾക്കൊക്കെ അങ്ങോട്ടേക്ക് കടന്നുപോയി. മുണ്ടക്കൈ മേഖലയിൽ കുറച്ചുകൂടി ഏറ്റവും കാര്യക്ഷമമായ രക്ഷാദൗത്യമാണ് നാളെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളത്തെ ഒരുപക്ഷെ ഫോക്കസ് പോയിന്റ് ഈ ബെയിലി പാലത്തിൽ കൂടി അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികളും ഈ പറഞ്ഞ JCBകളടക്കം മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം അവിടെ പോയി ഉണ്ടാക്കുന്ന രക്ഷാദൗത്യത്തിലെ ഉറപ്പായും ഒരു പുരോഗതി തന്നെയാണ്.
മഴ പെയ്യും എന്ന് തന്നെ പറയുകയാണ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും ഉച്ച മുതൽ തന്നെ വലിയ മഴ, അതിഭീകരമായ മഴ അവിടെ പെയ്യുകയും അത് രക്ഷാദൗത്യത്തെ കാര്യമായി തന്നെ സാരമായി തന്നെ ബാധിക്കും. അത് അവസാനിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായി. പുഞ്ചിരിമട്ടത്ത് ഒക്കെയുള്ള അവസ്ഥ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ശ്രീകാന്ത് പറയുന്നുണ്ടായിരുന്നു. അവിടെ അവരുടെ കൺമുന്നിൽ മണ്ണിടിഞ്ഞ് വീഴുന്ന കാഴ്ച പറയുന്നുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അത്യാവശ്യം അവശ്യ സാധനങ്ങളൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി ആരും കളക്ടറിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. തിരുവനന്തപുരം ജില്ലകൾ എന്നാൽ ഓരോ കളക്ടറുകൾക്ക് എന്ത് ചെയ്തു ഒരുപാട് സാധനങ്ങൾ നമ്മൾ കേരളത്തിന് നന്മ നമ്മൾ കണ്ടു. ഒരമ്മ ഏതെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞടക്കം മുന്നോട്ടേക്ക് വരുന്ന ഒരുപാട് നന്മ കാണുന്നു. അപ്പോൾ ഈ സാധന സാമഗ്രികൾ നാടിന് നാനാഭാഗത്തു നിന്ന് ഒരുപാട് വസ്ത്രങ്ങളാവട്ടെ, ഭക്ഷണമാവട്ടെ, ചെരുപ്പാവട്ടെ, ബാക്കി ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഞാൻ വേറൊരു ഗ്രൂപ്പിൽ കണ്ടത് കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടമുണ്ടെങ്കിൽ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നതും കളിപ്പാട്ടങ്ങൾ എത്തുന്നതും ആയ കാഴ്ചകൾ നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങോട്ടേക്ക് നാടിൻ്റെ സ്നേഹം പോലെ പ്രവഹിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ കളക്ടർ പറയുന്നത് ഇനി കളക്ടറിലേക്ക് സാധനം എത്തിക്കേണ്ട, ഈ ബാക്കി സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് അഭികാമ്യം എന്ന് കളക്ടർ പറയുകയായിരുന്നു. എന്ന നിലയ്ക്ക് മരണസംഖ്യ ഉയരുന്നത് തന്നെയാണ് ഈ സമയത്ത് ഏറ്റവും സങ്കടകരം. 297 എന്ന നിലയ്ക്ക് മരണസംഖ്യ ഉയരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഐക്യ കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ മരണസംഖ്യയാണെന്ന് ഉറപ്പായും പറയേണ്ടി വരും. നമ്മൾ പോയ മഹാപ്രളയകാലത്തെ മരണം ഇതിൽ കൂടുതൽ ഉണ്ടായിരിക്കാം. പക്ഷെ അത് കുറേ ദിവസങ്ങളെടുത്ത മഴക്കെടുതിയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് മരണം ഉണ്ടാകുന്നത്. ഒരേ ഒരു രാത്രി കൊണ്ട് ഒരു ഉരുൾപൊട്ടി ഇത്രയും പേരുടെ ജീവനെടുത്ത ഒരു കലാമിറ്റി, ഒരു വല്ലാത്ത അവസ്ഥ ഇതിനു മുമ്പ് കേരളത്തിന് പരിചയമില്ല. ഇനി അങ്ങോട്ട് കേരളത്തിന് പരിചയമാവാതിരിക്കുക, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കേരളത്തിന് ഇതുപോലൊരു ദുരന്തം, ഒരു മഹാദുരന്തം കാണാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ കഴിയുകയുള്ളൂ. കണ്ണീർ തോരാതെ നാട് എന്ന അക്ഷരാർത്ഥത്തിൽ പറയുകയാണ്, വേദനയോടെ നാടെന്ന അക്ഷരാർത്ഥത്തിൽ തന്നെ പറയുകയാണ്. ഉള്ളൊലിഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ ആലങ്കാരികതയ്ക്ക് പറയുന്നതല്ല. ഈ ദൃശ്യങ്ങൾ കാണുന്നവരുടെ മൃതദേഹങ്ങൾ, വരിവരിയായി വരുന്ന മൃതദേഹങ്ങൾ കാണുന്നവരുടെ കുഞ്ഞു മൃതദേഹങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അവിടെ കണ്ടെത്തുന്നതൊക്കെ നമുക്ക് വാർത്ത വായിക്കുന്നതും വാർത്ത പറയുന്നതും കാണുന്നതും കേൾക്കുന്നതുമൊക്കെ അങ്ങേയറ്റത്തെ സങ്കടത്തിലാണ്. അത്തരത്തിലൊരു സങ്കടത്തിൻ്റെ മുനമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ പോലും അവിടുത്തുകാരെക്കുറിച്ച് നമ്മൾ ഹൃദയം കൊണ്ട് ആലോചിക്കണം. ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആൾക്കാരൊക്കെ അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരാണ്. ബഹുഭൂരിപക്ഷം ആളുകളും പുഞ്ചിരിമട്ടത്തെ തിരച്ചിൽ നിർത്തി എന്നുള്ളതാണ്. അതാണിപ്പോൾ മികച്ച രക്ഷാപ്രവർത്തനം സർവ്വക്ഷോഭം വിലയിരുത്തുന്നുണ്ട്. പുനരധിവാസം സമഗ്രമായി നടപ്പാക്കണമെന്ന ആവശ്യം അതിൽ വരുന്നുണ്ട്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തെ തുടർന്ന് മികച്ച രക്ഷാപ്രവർത്തനമാണ് അപകടം മുൻപിൽ കഴിഞ്ഞ 3 ദിവസം നടക്കുന്നത്. വ്യാഴാഴ്ച മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ സർവ്വക്ഷോഭം അഭിപ്രായപ്പെട്ടുവന്ന ഒരു വാർത്താക്കുറിപ്പ് വരുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ ചൂണ്ടിക്കാട്ടി. സർക്കാരിന് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. കാണാതായവരെ കണ്ടെത്തണം. കാലാവസ്ഥാ വിഷയത്തിൽ കുസാറ്റിൻ്റെ വൈദഗ്ധ്യം കൂടി പ്രയോജനപ്പെടുത്തി ദുരന്തങ്ങൾ തടയേണ്ടതുണ്ട് എന്ന് ആ സർവ്വക്ഷോഭം വിലയിരുത്തി. സമയബന്ധിതമായി കൃത്യം ലക്ഷ്യത്തോടെ വേണം പുനരധിവാസം നടപ്പാക്കാനെന്ന് ആ യോഗത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമെന്ന് പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു. മരണപ്പെട്ടവരിൽ അന്യസംസ്ഥാനക്കാരുടെ കണക്ക് കൃത്യമായി കണ്ടെത്തണമെന്ന് സന്തോഷ് കുമാർ എം പി ആ യോഗത്തിൽ പറയുകയാണ്. എല്ലാ എം പിമാരുടെയും ഫണ്ട് പുനരധിവാസ പ്രവർത്തനത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പുനരധിവാസത്തിൻ്റെ എല്ലാ വശങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണമെന്ന് ആ യോഗത്തിൽ ജോസ് കെ മാണി എം പി ആവശ്യപ്പെട്ടു. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ മാനസിക സ്ഥിതി ഭയാനകമാണെന്നും അവർക്ക് കൂടുതൽ കാര്യക്ഷമമായ കൗൺസിലിംഗ് നൽകണമെന്നുമാണ് അവിടുത്തെ സ്ഥലം എം എൽ എ ടി സിദ്ദീഖ് ആ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. പുനരധിവാസത്തിനായി വലിയ കൂട്ടായ്മയ്ക്ക് സർക്കാർ നേതൃത്വം കൊടുക്കണമെന്നുകൂടി ആ യോഗത്തിൽ സിദ്ദീഖ് ആവശ്യപ്പെടുന്നുണ്ട്. സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നത് കാണാതായ ആളുകളെ കണ്ടെത്താൻ പ്രത്യേക ടീമിനെ നിയോഗിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. കാര്യം 240ഓളം ആളുകൾ ഇപ്പോഴും കാണാനില്ല എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലേക്ക് കണക്ക് പോകും എന്ന പ്രദേശവാസികളൊക്കെ പറയുന്നത്. കാണാതായവരെ കണ്ടെത്തുന്നതിൻ്റെ അർജൻസിയിലെ കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ പ്രത്യേക ടീമിനെ നിയോഗിക്കണമെന്ന് ഐ സി ബാലകൃഷ്ണൻ ശരിയാമണ്ണം ആ സർവ്വക്ഷോഭത്തിൽ ആവശ്യപ്പെടുകയാണ്. പി സുനീർ എം പി ആവശ്യപ്പെടുന്നത് മലപ്പുറത്ത് കണ്ടെടുത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വയനാട്ടിൽ തന്നെ സൗകര്യം ഒരുക്കണം എന്ന് പി സുനീർ എം പി കൂടി ആവശ്യപ്പെടുന്നുണ്ട്. നിലമ്പൂരിൽ നിന്ന് മേപ്പാടി CHCയിലേക്ക് ഇന്നലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പി സുനീർ എം പിയുടെ ആവശ്യം ഇതിനോടകം തന്നെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. വെള്ളാർമല സ്കൂളിലെ കുട്ടികളെ മുഴുവൻ വേറെ സ്കൂളിലേക്ക് മാറ്റണമെന്നും കാലാവസ്ഥ നിരീക്ഷിക്കാൻ പ്രത്യേക സൗകര്യം വേണമെന്നും അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടു. അതിനുശേഷം സർവ്വക്ഷയോഗത്തിൽ ഉയർന്ന ഈ അഭിപ്രായങ്ങൾ പുനരധിവാസ പ്രക്രിയയെ സഹായിക്കുമെന്ന് ശരിയാവണ്ണം യോഗത്തിന് ശേഷം സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി.
ക്യാമ്പുകൾ 1-2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല. അത് കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ തുടരേണ്ടി വരും. ക്യാമ്പ് നടത്തിപ്പ് അവിടെയുള്ള സിസ്റ്റത്തിലൂടെ വേണം നടക്കാൻ എന്നുകൂടി പറയുകയാണ്. ഇതര സംസ്ഥാനക്കാരുടെ വിഷയം പ്രത്യേകമായി തന്നെ സർക്കാർ പരിഗണിക്കുമെന്നും ആ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതിനുശേഷം സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ക്യാമ്പുകൾക്കുള്ളിലെ നിയന്ത്രണങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ക്യാമ്പുകൾ സ്വകാര്യത എന്ന വിഷയം മുൻനിർത്തിയാണ്. അത് ശരിയുമാണ്. അതിനുള്ളിലേക്ക് കടക്കരുത്, അതിനുള്ളിലേക്ക് മാധ്യമങ്ങൾ പോയി അതിനുള്ളിലേക്ക് കടന്ന് സംസാരിക്കേണ്ട, അതിന് പുറത്ത് റിസംഷൻ പോലെ ഒരു സംവിധാനം ഉണ്ടാക്കാം, അവർക്ക് ആവശ്യമുള്ളവരെ പുറത്തേക്കിറക്കി അവിടെ വെച്ച് പ്രതികരണങ്ങൾ എടുക്കാമെന്ന് പറയുന്നു. ക്യാമ്പിനുള്ളിലെ സംവിധാനം തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചുമതലക്കാരും ഒക്കെ കൃത്യമായി ചുമതല നിർവഹിക്കുകയാണെന്ന് പറയുന്നുണ്ട്.